എന്നുവെച്ചാൽ ഇത്രയും നല്ലൊരു കാര്യം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ്. സാധാരണ ജനങ്ങൾക്കും പാവപ്പെട്ട ജനങ്ങൾക്കും ഇവരെ എല്ലാവരെയും വളരെ നെഞ്ചോട് ചേർത്ത ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തില് വലമ്പൂർ ഡിവിഷനില് ഇവിടെ UDF-ഉം LDF-ഉം നല്ല പോരാട്ടത്തിലാണ്. തദ്ദേശപ്പോരില് ഇപ്പൊ ചൂട് കൂടി വരുന്ന ഒരു സമയമാണ്. സ്ഥാനാർത്ഥികൾക്ക് ചൂടുണ്ടെങ്കിലും അവർക്ക് പ്രചരണ ചൂടിലേക്ക് കടന്നേ പറ്റുള്ളൂ. ഈ വലമ്പൂർ ഡിവിഷനിലെ മത്സരിക്കുന്ന UDF-ലെ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീർ നമ്മോട് കഴിഞ്ഞ ദിവസം വലിയ വിജയപ്രതീക്ഷയൊക്കെയാണ് നമ്മോട് പങ്കുവച്ചത്. ഈ വാർഡിന് ഈ ഡിവിഷൻ ഒരു പ്രത്യേകതയുണ്ട്. 3 വാർഡ് LDF, 3 വാർഡ് UDF, ഒരെണ്ണം BJP. പിന്നെ കീഴാറ്റൂരിന്റെ കുറച്ച് ഭാഗം വരും, അത് UDF-ന്റെ സ്വാധീന മേഖലയാണ്. അപ്പോൾ ഇരുകൂട്ടർക്കും പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്. ഇവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഹേമ ഒരു 3 പ്രാവശ്യം CPIM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ 3 പ്രാവശ്യം ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ ആയതിനു ശേഷം ഒരു ഡിവിഷനിലേക്ക് മത്സര രംഗത്ത് എത്തുന്ന ഒരു സ്ഥാനാർത്ഥി ചിലപ്പോൾ ഹേമ മാത്രമായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. വലിയൊരു വിജയപ്രതീക്ഷ കാണുമല്ലോ. കാരണം LDF-നും UDF-നും തുല്യ രീതിയിൽ വാർഡുകളിൽ നല്ല സ്വാധീനമുള്ളതാണല്ലോ. നല്ല വിജയ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. നല്ല വിജയപ്രതീക്ഷ തന്നെയാണ്. പ്രത്യേകിച്ച് സംഘടനയുടെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങളുടെ വിജയം തന്നെ ഉറപ്പാക്കുന്നതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നതും. കൂടാതെ തന്നെ നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളിലും ഞാൻ പ്രവർത്തിച്ചു വരികയും അതുകൂടി ഇതിലേക്കൊരു മുതൽക്കൂട്ടാവുന്ന വിചാരിക്കുന്നു. 9ാം വാർഡിലെ ADS എന്ന നിലയിലും CDS-ലും എല്ലാം അംഗമായിരിക്കെ, കൂടാതെ സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ള എൻ്റെ ഒരു ഇടപെടലുകളും എല്ലാം തന്നെ നമ്മുടെ പാർട്ടിക്ക് വലിയൊരു വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ പ്രചരണത്തിന് പോകുമ്പോൾ ജനങ്ങളിൽ നിന്നൊരു പ്രതികരണം കിട്ടുമല്ലോ. അതായത് ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് ആര് ജയിക്കണം ആര് ജയിക്കണ്ടെന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം എന്താണ്? ജനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കുടുംബശ്രീ എന്നെ അത്രമാത്രം നെഞ്ചേറ്റിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് കാണുന്നത്. എന്താ വെച്ചാൽ എല്ലാ വാർഡുകളിലും എനിക്ക് നല്ലൊരു സപ്പോർട്ട് അതിൽ നിന്നും കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ ജനങ്ങളും എന്നെ പ്രിയമായി തന്നെയാണ് കാണുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം, പിന്നെ പെൻഷൻ വർദ്ധിപ്പിച്ചത്, സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുവാനുള്ള തീരുമാനം, ഇത്തരം സംഭവങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് LDF പറയുന്നത്. UDF പറയുന്നത് സ്വാധീനിക്കില്ല, കാരണം അവസാനം കുറച്ച് പണം കൊടുത്താൽ വീഴുന്നവരെല്ലാം മലയാളികൾ എന്നൊക്കെയാണ് UDF പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ നടത്തുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ജനങ്ങൾക്ക് അതിൽ നല്ല അഭിപ്രായം തന്നെയാണുള്ളത്. അതിനാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ വിജയത്തിനൊരു മുതൽക്കൂട്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഓരോ വീടുകളിലൊക്കെ പോകുമ്പോൾ ഇവർ സ്ത്രീകളൊക്കെ പറയാറുണ്ട്. ഇപ്പൊ നമ്മുടെ നേരത്തെ CPM-ന്റെ കുറച്ച് പ്രവർത്തകർ പറഞ്ഞു, വീടുകളിൽ ചെല്ലുമ്പോൾ സ്ത്രീകൾ തന്നെ ഇങ്ങോട്ട് പറയുകയാണ്, ഞങ്ങള് വീട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക്, സ്ത്രീകൾക്ക് പെൻഷൻ വീട്ടിലെത്തിച്ചു തന്നത് ഇത്തവണ LDF-ന് വലിയ ഗുണകരമായി മാറുമെന്ന്. അങ്ങനെ ആരെങ്കിലും ഒക്കെ പ്രതികരിച്ചായിരുന്നു? എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത്. എന്നുവെച്ചാൽ ഇത്രയും നല്ലൊരു കാര്യം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ്. സാധാരണ ജനങ്ങൾക്കും പാവപ്പെട്ട ജനങ്ങൾക്കും ഇവരെ എല്ലാവരെയും വളരെ നെഞ്ചോട് ചേർത്ത ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനങ്ങൾക്കിടയിൽ വളരെ മതിപ്പുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വിജയിച്ചാലോ, ഒരുപക്ഷെ ജനങ്ങൾ വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ വാർഡിന് വേണ്ടി, ഇപ്പോൾ വലമ്പൂർ ഡിവിഷന് വേണ്ടി നിങ്ങളുടെ കാഴ്ചയിൽ നിങ്ങൾ കണ്ട സംഭവങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ, ജനങ്ങൾക്ക് ഗുണകരമാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പദ്ധതി അങ്ങനെ എന്തെങ്കിലും? നേരത്തെ മറ്റു സ്ഥാനാർത്ഥികളും അവരുടെ ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഈ ഡിവിഷന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന എന്താണ്? നിങ്ങളൊരു CDS-ന്റെ ഒക്കെ ഭാരവാഹി ആയിരുന്ന സ്ഥിതിക്ക് എന്താണ് നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളായിട്ട് കണ്ടത് നിങ്ങൾ? അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഏറ്റവും പ്രധാനമായി തോന്നിയത്, പല സ്ഥലങ്ങളിലും വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അത്തരം പ്രദേശങ്ങളിലെല്ലാം നമുക്കിവിടെ പല രീതിയിലുള്ള നീർത്തട പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നശിക്കപ്പെട്ട കാണുന്ന എല്ലാ നീർത്തടങ്ങളും സംരക്ഷിക്കണം എന്ന് ഞാൻ അധികമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്.
അത് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ അവർ ഏറ്റവും കൂടുതലായിട്ട് അഭിപ്രായപ്പെടുന്നതും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതും അവരുടെ ഒരു വരും തലമുറയിലേക്ക് അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള മെച്ചപ്പെട്ട കളിസ്ഥലങ്ങളും മറ്റുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളും വാർഡുകളിലെ ഇത്തരം അങ്ങനെ കൊണ്ടുവരണം. നിലമ്പൂർ ഒരു സ്റ്റേഡിയം ഉണ്ട്. ആ സ്റ്റേഡിയം ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള പല ആളുകളും പറയാറുണ്ട് ഒന്ന് നവീകരിച്ച് അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിന്റെ ഒക്കെ കുറച്ച് ഫണ്ടും ഇങ്ങനെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിലമ്പൂർ സ്റ്റേഡിയം ഒക്കെ വലിയൊരു കളിസ്ഥലമാക്കി മാറ്റാൻ കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേഡിയത്തിന് ഒന്ന് നിങ്ങൾ ഒരുപക്ഷെ ജയിച്ചാൽ നിലമ്പൂർ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ഇടപെടൽ ഉണ്ടാവും. നല്ലൊരു ഇടപെടൽ തന്നെ ഞാൻ നടത്തും. അതിന് വേണ്ടപ്പെട്ട എല്ലാ സൗകര്യങ്ങളും മെച്ചപ്പെട്ട എല്ലാതും ഞാൻ അതിലേക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോ സ്വാധീനമെന്ന് ഇപ്പോ ഇരുകൂട്ടർക്കും അവരവർ പറയുന്നു, ഇപ്പൊ UDF പറയുന്നു, നിങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. എന്തായാലും ജനങ്ങൾ നിങ്ങളെ കൈവിടില്ല, വിജയിപ്പിക്കുമെന്ന് ഉറപ്പായും പ്രതീക്ഷിക്കാമോ? ജനങ്ങൾ തന്നെയാണ് നമ്മുടെ ശക്തി. അത് എന്തായാലും ഉറപ്പായിട്ട് എൻ്റെ കൂടെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് തന്നെയാണ് ഉണ്ടാവുക എന്നും പ്രതീക്ഷിക്കുന്നു. ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയ്ക്ക് 3 തവണ ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പ്രവർത്തകരെയൊക്കെ ഉൾക്കൊള്ളാനും എല്ലാവരെയും കൃത്യമായി മനസ്സിലാക്കിയും പ്രവർത്തന രംഗത്ത് അതൊന്നുകൂടി ആ പൊതുപ്രവർത്തന രംഗത്ത് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള പ്രവർത്തനം ഇപ്പൊ ഈ പ്രചരണത്തിനൊക്കെ പോകുമ്പോൾ ഒരു വലിയ ആവേശമായി മാറുന്നുണ്ട്. മെച്ചപ്പെട്ട സംഘടനാ സംവിധാനമാണ് നമുക്കുള്ളത്. അതിൽ ബ്രാഞ്ച് സെക്രട്ടറി എന്നതിലും അതിനേക്കാൾ ഉപരി ഒരു കുടുംബശ്രീ പ്രവർത്തക എന്ന നിലയിലും ഞാൻ ഇവിടെ വളരെ താഴെ തട്ടിലുള്ള ജനങ്ങളുമായിട്ട് വളരെയധികം അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. കൂടാതെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ, അത് എനിക്ക് എല്ലാ സ്ഥലങ്ങളിൽ ചെന്നാലും ആ ഒരു സ്നേഹവായ്പും എല്ലാതും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുണ്ടാകും എന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോ LDFന്റെ സ്ഥാനാർത്ഥി ഹേമ, അവരോടൊപ്പം ഇവിടെ 8ാം വാർഡിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട് പഞ്ചായത്തിലേക്ക്. എന്തായാലും അതുപോലെ ഇവരോടൊപ്പം ഇവരുടെ സജീവ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്. ഇവരൊക്കെ അഭിപ്രായം പറയുന്നത് ഇവിടെ അങ്ങനെ ആരുടെയും കുത്തകയല്ല, LDFനും UDFനും ഒരുപോലെ സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി, പിന്നെ പെൻഷൻ വർധനവ്, സ്ത്രീകൾക്ക് പെൻഷൻ, അങ്ങനെ കുറേയേറെ സംഭവങ്ങൾ സംസ്ഥാന സർക്കാർ ജനകീയമായ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്ന ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. അതൊക്കെ ഗുണകരമാവുമെന്നാണ് LDFന്റെ വലമ്പൂർ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ഹേമ പറയുന്നത്. ഏതായാലും പ്രതീക്ഷ എല്ലാവർക്കും വേണം. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇരു മുന്നണിയും എല്ലാ ത്രിതല പഞ്ചായത്തിൽ എല്ലായിടത്തും അവർ രംഗത്തിറക്കിയിട്ടുള്ളത്. ഇവിടെ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ UDFന്റെ ഒരു ദേശീയ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് അവർ പ്രവർത്തന മികവ് കൊണ്ട് അവർ പറയുന്നു എനിക്കിവിടെ നല്ല പ്രതീക്ഷയല്ല ആത്മവിശ്വാസം ഉണ്ടെന്ന് പറയുന്നു. നിങ്ങളും പറയുന്നു നല്ല പ്രതീക്ഷയുണ്ട്, ജനങ്ങൾ കൈവിടില്ല, നിങ്ങളുടെ പ്രവർത്തനം ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, നിങ്ങളോട് വോട്ടർമാർ ആ രീതിയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ആത്മവിശ്വാസം വേണം. പ്രവർത്തന മികവിലൂടെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയാലാണ് അവർ നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം തരികയുള്ളൂ. പിന്നെ ജയിപ്പിക്കേണ്ടത് ജനങ്ങളാണ്. പ്രചരണം നന്നായിട്ട് കടുത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളാണ് ആരെ വേണം ആരെ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ആര് ജയിക്കണം ആരെ ജയിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ഇനി തീരുമാനമെടുക്കേണ്ടത് ആരാവണം അവരുടെ ജനപ്രതിനിധി എന്ന കാര്യം ജനങ്ങൾ തന്നെയാണ്. ജനം തീരുമാനിക്കട്ടെ ആരെ വേണം ആരെ വേണ്ട എന്ന്, ആര് വാഴണം ആര് വാഴണ്ടെന്നും ജനം തന്നെയാണ് തീരുമാനിക്കുന്നത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.